റെസ്പിറേറ്ററി മെഡിസിനിൽ, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള പേഷ്യൻറ്റിന് എപ്പോഴാണ് നമ്മൾ HRCT ചെസ്റ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് CT ചെസ്റ്റ്, അതായത് CT സ്കാൻ, ചെസ്റ്റിൻ്റെ CT സ്കാൻ എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമുക്ക് എടുക്കേണ്ടി വരുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ മിക്ക പേഷ്യൻസ് അതായത് നമുക്കൊരു ഡയഗ്നോസിസ്, അതായത് ഒരു പ്രൈമറി ഡയഗ്നോസിസ് നമുക്ക് ചെസ്റ്റ് എക്സ്റേയിൽ കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ചെസ്റ്റ് റെസ്പിറേറ്ററി, അതായത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളിൽ, അതായത് പല തരത്തിലുള്ള രോഗമുണ്ട്. അതായത് ലങ് പാരൻകൈമയിൽ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ലങ് ടിഷ്യൂവിൽ അഫക്റ്റ് ചെയ്യുന്ന രോഗങ്ങളുണ്ട്. അതിൻ്റെ ഇൻഡസ്ട്രീഷ്യം, അതായത് ടിഷ്യൂവിൻ്റെ ഇടയിലുള്ള സ്പേസിൽ അഫക്റ്റ് ചെയ്യുന്ന രോഗമുണ്ട്. അതുപോലെ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, അതായത് നമ്മൾ ട്രക്കിയ, ബ്രോങ്കസ് എന്നൊക്കെ പറയും, അപ്പോൾ അവിടെ അങ്ങനെയുള്ള ട്യൂബ്സിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നതുണ്ട്. അതുപോലെ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പുറത്തുള്ള 2 ലെയേഴ്സാണ് നമ്മൾ പ്ലൂറ എന്ന് പറയും, ആ 2 കവറിങ്സിൽ അഫക്റ്റ് ചെയ്യുന്ന അസുഖങ്ങളുണ്ട്. അതുപോലെ ലങ് ക്യാൻസർ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ, അതായത് ലങ്സിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്ന രീതിയിലുള്ള ക്യാൻസർ വരാറുണ്ട്. അതുപോലെ തന്നെ ലങ്സിനകത്ത്, അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ അപ്പെക്സിൽ മാത്രം, അതായത് മുകൾ ഭാഗത്ത് മാത്രം അല്ലെങ്കിൽ ബേസ് ഏരിയയിൽ മാത്രം ഒക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ചെസ്റ്റ് എക്സ്റേ വെച്ചിട്ട് നമുക്കതിൻ്റെ കൺഫർമേഷൻ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കാരണം നമ്മൾ ചെസ്റ്റ് എക്സ്റേയിൽ നമ്മളൊരു ഡയഗ്നോസിസ് കൺഫേംഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും HRCT, അതായത് CT സ്കാൻ കണ്ടുപിടിക്കേണ്ട കാര്യമേ വരില്ലായിരുന്നു. കാരണം എപ്പോഴും നമുക്കൊരു ചെസ്റ്റ് എക്സ്റേ വെച്ചിട്ട് ഇതാണ് കൺഫർമേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശ്വാസകോശ സംബന്ധമായ രോഗം ആയ നമ്മളിപ്പം പൾമണറി ഫൈബ്രോസിസ്, അതായത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ്, പൾമണറി ഫൈബ്രോസിസ്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്ക് 100% കൺഫേംഡ് ആയിട്ട് ഇത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ആണെന്ന് പറയാനുള്ള പ്രോട്ടോക്കോൾ ഇല്ല. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിൻ്റെ പ്രോട്ടോക്കോളിൽ വരുന്ന ഒരു പ്രധാന ഇൻവെസ്റ്റിഗേഷനാണ് HRCT ചെസ്റ്റ്. അപ്പോൾ ഒരു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഡീൽ ചെയ്യുന്ന പൾമണോളജിസ്റ്റും, അതായത് ശ്വാസകോശ രോഗ ഡോക്ടേഴ്സിന് ആർക്കും നമുക്കൊരു ചെസ്റ്റ് എക്സ്റേ കണ്ടിട്ട് നമുക്കൊരു ഡയഗ്നോസ്. അപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മളെപ്പോഴും ചെസ്റ്റ് എക്സ്റേ കണ്ടിട്ട് നമ്മളൊരു CT സ്കാൻ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അവർക്കൊരു ഡൗട്ട് തോന്നും, അതായത് എന്തിനാണ് നമ്മൾ CT സ്കാൻ പറയുന്നത്. മിക്ക പേഷ്യൻസിനും, അതായത് ഈ CT ചെസ്റ്റ് എടുക്കുന്നത്, അതായത് CT ചെസ്റ്റിന് കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഫിനാൻഷ്യലി, അപ്പോൾ അതായത് അത് റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ മാക്സിമം CT ചെസ്റ്റ് പേഷ്യൻസിന് എടുപ്പിക്കാറില്ല. കാരണം അത് പിന്നെ പേഷ്യൻസിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് അത്രയും ഒരു പേയ്മെൻറ്റ്, അതായത് ട്രീറ്റ്മെൻറ്റിനുള്ള ഒരു പേയ്മെൻറ്റ് CT ചെസ്റ്റിലേക്ക് പോകും. അപ്പം അനാവശ്യമായിട്ട് CT ചെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പൾമണറി ഫൈബ്രോസിസ് പോലെയുള്ള രോഗം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്യൂബർകുലോസിസ് ആണ്, അപ്പോൾ നമുക്ക് CT, അതായത് ചെസ്റ്റ് എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്ക് TB സസ്പെക്റ്റ്, നമുക്ക് TB ആണെന്ന് മനസ്സിലാവും. അത് നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് കഫം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് കഫത്തിൽ തന്നെ നമുക്ക് TB പോസിറ്റീവ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബ്രോങ്കോസ്കോപ്പി ചെയ്യും. അപ്പോൾ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ CT ചെസ്റ്റ് എടുത്തിട്ട് മാത്രമേ നമ്മൾ ബ്രോങ്കോസ്കോപ്പി ചെയ്യത്തുള്ളൂ. കാരണം എത്രമാത്രം TB എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, TBയിൽ വലിയ കൺസോൾട്ടേഷൻസ് ഉണ്ടോ, അത് ഏതൊക്കെ ലോബിലാണ് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ അറിയാനാണ് നമ്മൾ CT ചെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ CT ചെസ്റ്റ് എടുക്കേണ്ട കേസസ് ആണ്, അതായത് ആസ്പെർജിലോസിസ്, ഫംഗൽ ഇൻഫെക്ഷൻ, ഫംഗസ് ബോളൊക്കെ വരും. അതായത് ചെസ്റ്റിൽ, ലങ്സിൽ, നിങ്ങളുടെ ലങ്സിൻ്റെ ലങ്സ് ടിഷ്യൂവിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ ഫംഗൽ ബോൾ, ആസ്പെർജിലോമ എന്നാണ് ആ അസുഖത്തിൻ്റെ പേര്. അപ്പോൾ ആ രോഗാവസ്ഥയിലൊക്കെ നമ്മൾ CT ചെസ്റ്റ് എടുക്കാതെ അതായത് നമുക്കത് കൺഫർമേഷൻ പറയാൻ പറ്റില്ല. ഈ എക്സ്റേയിൽ കാണാൻ പറ്റും, പക്ഷേ കൺഫർമേഷൻ നമ്മൾ CT ചെസ്റ്റ് എടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ ഒരു അസുഖമാണ് ബ്രോങ്കിക്ടാസിസ്. ബ്രോങ്കിക്ടാസിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ബ്രോങ്കിക്ടാസിസ് എന്ന് പറയുന്ന അസുഖത്തിൽ നമ്മൾ എക്സ്റേ എടുത്തിട്ട് നമുക്കിത് ബ്രോങ്കിക്ടാസിസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമുക്ക് ഏത് ലോബിൽ, അതിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രമാത്രം ബ്രോങ്കിക്ടാസിസ് ഏതൊക്കെ ലോബ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഏതൊക്കെ ലോബ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയാനായിട്ട് നമുക്ക് അതായത് CT എടുത്തേ പറ്റത്തുള്ളൂ. കാരണം എക്സ്റേയിൽ നിന്ന് എപ്പോഴും നമുക്കൊരു ഡയഗ്നോസിസ് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ എക്സ്റേയിൽ നമ്മൾ ന്യൂമോണിയ സസ്പെക്ട് ചെയ്യുന്നു, ഓക്കെ, നമുക്ക് മനസ്സിലാവും ന്യൂമോണിയാണ്, പക്ഷേ അത് നമുക്കിപ്പോഴും അതായത് ഒരു എലമെൻറ്റ് ഓഫ് ഡൗട്ട് കാണും. അതായത് ഇത് ന്യൂമോണിയ തന്നെയാണോ, അതോ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ലങ് ക്യാൻസർ പോലെ. കൺസോളിഡേഷൻ കാണുമ്പോൾ നമുക്ക് എക്സ്റേയിൽ മനസ്സിലാവുമെങ്കിലും നമുക്ക് എപ്പോഴും പേഷ്യൻ്റെ അടുത്ത് 100% കൺഫേംഡ് ആയിട്ട് പറയാനായിട്ടുള്ള അതായത് ഒരു ഇൻവെസ്റ്റിഗേഷനാണ് CT ചെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ പൾമണോളജിസ്റ്റ് നിങ്ങളുടെ അടുത്ത് CT ചെസ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. കാരണം എക്സ്റേയിൽ ഉള്ളതല്ലേ, പിന്നെ എന്തിനാണ് CT ചെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ CT ചെസ്റ്റ് എടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് CT ചെസ്റ്റ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ രോഗം, അതായത് ഇപ്പം ട്യൂബർകുലോസിസ് തന്നെ
ട്യൂബക്കുലോസിസിൻ്റെ തന്നെ പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയും. അതായത് ലങ്സിൻ്റെ പുറത്തുള്ള കവറിങ്ങായ പ്ലൂരയുടെ ഇടയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന, അതായത് ഇൻഫ്ലമേഷൻ വന്നിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് പ്ലൂറൽ എഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലൂറൽ എഫ്യൂഷൻ ഉള്ള പേഷ്യൻസിന് നമ്മളിപ്പോൾ നമുക്ക് ട്യൂബക്കുലോസിസ് നമ്മളത് അതായത് നമ്മൾ ആ ഡ്രെയിൻ ചെയ്തിട്ട്, അതായത് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ സി ടി ചെസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പ്ലൂറൽ മെറ്റാസ്റ്റാസിസ്, അതായത് ക്യാൻസറാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ നമുക്കിപ്പോഴും സി ടി ചെസ്റ്റ് തന്നെ വേണം. അപ്പോൾ ആ കേസിൽ നമ്മൾ എടുക്കുന്നത് കോൺട്രാസ്റ്റ് സി ടി ആണ്. സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ അതായത് HRCT ഹൈ റെസൊല്യൂഷൻ സി ടി ചെസ്റ്റ് അല്ല എടുക്കുന്നത്, കോൺട്രാസ്റ്റ് സി ടി ആണ് എടുക്കുന്നത്. അതുപോലെ ശ്വാസകോശ സംബന്ധമായ രോഗമാണ് ABPA എന്ന് പറയുന്നത്, അലർജിക് ബ്രോങ്കോ പൾമണറി അസ്പെജിലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം. അപ്പോൾ അതിൽ നമ്മൾ സി ടി ചെസ്റ്റ് എടുത്താലേ നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. ABPയുടെ എക്സ്റേ എടുക്കുമ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യും ABPA ആണെന്ന്. പക്ഷേ നമുക്ക് 100% പേഷ്യൻറ്റിന് നമുക്ക് ഡയഗ്നോസിസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സി ടി ചെസ്റ്റ് എടുക്കും. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഫിസിഷ്യൻസിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഇപ്പം ഇത് പൾമണോളജിസ്റ്റിന് എക്സ്റേ ഓഫ് കോഴ്സ് എക്സ്റേ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ സി ടി ചെസ്റ്റ് എടുക്കേണ്ട ചില സാഹചര്യങ്ങളിൽ നമ്മൾ സി ടി ചെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ കൺഫേം ചെയ്ത് നോക്കേണ്ടത്. അതുപോലെ ലങ് ക്യാൻസറായിട്ട് പേഷ്യൻ്റ് വരുന്ന സമയത്ത് നമുക്ക് ലങ് ക്യാൻസർ ആണെന്നിപ്പോൾ, അതായത് ചിലപ്പോൾ ന്യൂമോണിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് സി ടി എടുത്തിട്ടാണ് ലങ് ക്യാൻസറിന് പേഷ്യൻ്റ് എടുത്ത് നമ്മളൊരു കൺഫേംഡ് ഡയഗ്നോസിസ് കൊടുക്കുന്നത്. അതുപോലെ സി ടി ചെസ്റ്റ് അതായത് എടുക്കേണ്ടി വരാത്ത സിറ്റുവേഷൻസും കാണും. അതായത് നമുക്ക് എക്സ്റേ കാണുന്ന സമയത്ത് പൾമണോളജിസ്റ്റിന് മനസ്സിലാവും ഓക്കെ ഇതാണ് ഡയഗ്നോസിസ്. അപ്പോൾ പിന്നീട് നമുക്ക് സി ടിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യകത അത് വരുന്നില്ല. അതായത് അനാവശ്യമായിട്ട് പേഷ്യൻറ്റിന് സി ടി എടുക്കേണ്ട ഒരു കാര്യം വരുന്നില്ല എക്സ്റേയിൽ നമുക്ക് ഡയഗ്നോസിസ് കിട്ടുകയാണെങ്കിൽ. അതുപോലത്തെ ഒരു അസുഖമാണ്, അതായത് ഇപ്പോൾ നമ്മൾ പൾമണറി ഫൈബ്രോസിസ് എന്ന് പറയും, ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസിൽ വരുന്നത്. അതായത് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒരു വകഭേദമായിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്. ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ന്യൂമോണൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ കൺഫർമേഷൻ തന്നെ നമ്മൾ സി ടി ചെസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സി ടി ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിലല്ല, കാരണം നമ്മൾ അതായത് ഒരു 2 ഡോക്ടേഴ്സ്, രണ്ട് സ്പെഷ്യലിസ്റ്റ് അതിൽ ഇൻവോൾവ് ചെയ്യണം, ഒന്ന് പൾമണോളജിസ്റ്റ് ഒന്ന് റേഡിയോളജിസ്റ്റ്. അപ്പോൾ റേഡിയോളജി ഓഫ് കോഴ്സ് റേഡിയോളജിസ്റ്റ് ആയിരിക്കും സി ടി ചെസ്റ്റ് അവർ അതായത് ഓഫ് കോഴ്സ് അവർ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് നമുക്ക് അതായത് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഫിലിം കാണുമ്പോൾ നമുക്ക് ഡയഗ്നോസിസ് കിട്ടും. പിന്നീട് നമുക്ക് അതായത് നമ്മളാദ്യം ഫിലിം കണ്ടിട്ട് നമുക്കൊരു ഡയഗ്നോസിസ് കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ റേഡിയോളജിസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന സമയത്ത് നമുക്കത് 100% കൺഫേംഡ് ആയിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന ഒരു അസുഖമാണ്, അതായത് ഇപ്പോൾ ട്യൂബക്കുലോസിസിൽ തന്നെ മിലിയറി ട്യൂബക്കുലോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അതായത് TB ചെറിയ കുഞ്ഞു ഡോട്ടായിട്ട് ലങ്സിൽ ഫുള്ള് സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ് മിലിയറി ട്യൂബക്കുലോസിസ് എന്ന് പറയും. ഈ മിലിയറി ട്യൂബക്കുലോസിസ് ഒക്കെ നമ്മൾ സി ടി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾക്ക് ഡൗട്ട്ഫുൾ ആണ് എങ്കിലും ഇപ്പോൾ മിലിയറി ട്യൂബക്കുലോസിസ് ഇപ്പോൾ അതായത് ആസ് എ റേഡിയോളജിസ്റ്റ്, അതായത് അവർക്ക് റേഡിയോളജിസ്റ്റിനായിരിക്കും കൂടുതൽ. അപ്പോൾ റേഡിയോളജിസ്റ്റ് അതായത് കൺഫേം ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. കാരണം അവർ ഒരുപാട് സി ടി എടുത്ത്, അതായത് CT സ്കാൻ എടുത്ത് അവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അതായത് ഡോക്ടേഴ്സാണ്. അപ്പോൾ അവരുടെ കൺഫർമേഷൻ നമുക്ക് മിലിയറി ട്യൂബക്കുലോസിസിൽ കിട്ടും. അപ്പോൾ അതുപോലെ അപ്പോൾ നമുക്ക് ചില കേസസിൽ മിലിയറി ട്യൂബക്കുലോസിസിനൊക്കെ കൺഫർമേഷന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ ബ്രോങ്കോസ്കോപ്പിയാണ് ചെയ്യുന്നത്. നമ്മൾ സി ടിയിൽ കണ്ടു അല്ലെങ്കിൽ എക്സ്റേയിൽ ഓഫ് കോഴ്സ് നമുക്ക് എക്സ്റേയിൽ സസ്പെക്ട് ചെയ്യാൻ പറ്റത്തേ ഉള്ളൂ. എക്സ്റേയിലൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് മിലിയറി ട്യൂബക്കുലോസിസ് ആണെന്ന്. പക്ഷേ അത് വെച്ചിട്ട് എക്സ്റേ മാത്രം വെച്ചിട്ട് നമുക്ക് പേഷ്യൻ്റ് എടുത്ത് നിങ്ങൾക്ക് മിലിയറി ട്യൂബക്കുലോസിസ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അതിൻ്റെ പ്രോട്ടോക്കോൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകേണ്ടത്. അതായത് ആസ് എ പൾമണോളജിസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. എന്നിട്ട് നമ്മൾ കൺഫർമേഷന് ബ്രോങ്കോസ്കോപ്പി ചെയ്ത്, അതായത് ബ്രോങ്കോസ്കോപ്പി നമ്മൾ മൂക്കിലൂടെയോ വായിലൂടെയോ പേഷ്യൻറ്റിനെ സ്കോപ്പി ചെയ്ത് അതിൽ നിന്ന്, അതായത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൺഫർമേഷൻ. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ പൾമനോളജിസ്റ്റ് നിങ്ങളുടെ ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സി ടി ചെസ്റ്റ് അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. കാരണം സി ടി ചെസ്റ്റിന് ഇതൊക്കെയാണ് ഇൻഡിക്കേഷൻസ്. അതായത് ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് സി ടി ചെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിങ്ങളുടെ പൾമനോളജിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തിനാണ് സി ടി ചെസ്റ്റ് എടുക്കുന്നത്, അപ്പോൾ സി ടി ചെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്, അപ്പോൾ എക്സ്റേയിൽ നിന്ന് സി ടി എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്, സി ടിയിലാവുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രമാത്രം അത് അറിയാൻ പറ്റും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ COPD പേഷ്യൻ്റ്, അതായത് പുകവലി അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ ഫാക്ടറിയിലോ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ വന്നിട്ട് വരുന്ന COPD പോലുള്ള അസുഖങ്ങളിൽ നിങ്ങൾക്ക് സി ടി എടുക്കുന്നത്. കാരണം COPDയിൽ നമ്മൾ സി ടി എടുക്കേണ്ട കാര്യം വരില്ല. പക്ഷേ COPD പേഷ്യൻറ്റ് ബുള്ള വരുവാണെങ്കിൽ, ബുള്ള എന്ന് പറയുന്നത് അപ്പോൾ എയർ കയറി അമിതമായിട്ട് എയർ ട്രാപ്പിംഗ് വരുന്ന ഒരു അവസ്ഥയാണ്. അതായത് ലങ്സിൻ്റെ ഉള്ളിൽ എയർ ട്രാപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുള്ള
മുള്ളയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ COPD പേഷ്യൻറ്റിന് നമ്മൾ ഉറപ്പായിട്ടും CT എടുത്തിരിക്കും. നമുക്ക് മുള്ള എത്രമാത്രം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ശ്വാസകോശത്തിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈ മുള്ളയുള്ള പേഷ്യൻറ്റിന് ബുള്ളസിന് റപ്ചർ ഉണ്ടാകാം, അത് പൊട്ടിയിട്ട് പിന്നീട് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്താം. ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ പുറത്തായിട്ടോ രണ്ട് ശ്വാസകോശത്തിൻ്റെ ഇടയിലായിട്ടോ എയർ, അതായത് അകത്ത് ട്രാപ്പായിരിക്കുന്ന എയർ, ഈ ബുള്ളക്കകത്ത് ഇരിക്കുന്ന എയർ പൊട്ടിയിട്ട്, അതായത് ഒരു ബലൂണിനകത്ത് നമ്മൾ എയർ നിറച്ചു വെച്ചോളൂ, അത് പൊട്ടുന്ന സമയത്ത് എയർ അങ്ങോട്ടേക്ക് വരുന്ന പോലെ ഈ ബുള്ള റപ്ചറായിട്ട് എയർ അവിടെ കളക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ, അതായത് ഈ ന്യൂമോതൊറാക്സ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ COPD പേഷ്യൻറ്റിന് ചില സമയങ്ങളിൽ മാത്രം HRCT ചെസ്റ്റ് എടുത്ത് നോക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ്, അതായത് ഈ ഒരു രോഗാവസ്ഥയിലൊക്കെയാണ് നമ്മൾ പൾമണോളജിസ്റ്റ് HRCT ചെസ്റ്റ് നിങ്ങൾക്ക് അതായത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് HRCT ചെസ്റ്റ് നിങ്ങളുടെ പൾമണോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് എന്തിനാണെന്നുള്ള HRCT ചെസ്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡയഗ്നോസിസ് കിട്ടാൻ ചാൻസസ് ഉണ്ടോ, എന്താണ് ഡോക്ടർ എന്താണ് സസ്പെക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം എപ്പോഴും CT ചെസ്റ്റിനെ കുറിച്ച് മിക്ക പേഷ്യൻറ്റിനും ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം എക്സ്റേയിൽ കാണുന്നുണ്ട് CT എടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അതായത് CT ചെസ്റ്റ് കണ്ടിട്ട്, അതായത് CT ചെസ്റ്റ് കണ്ടിട്ട് നമ്മൾ ചില ഡയഗ്നോസിസ് പറയുന്ന സമയത്ത് ചിലപ്പോൾ റേഡിയോളജി, അതായത് എപ്പോഴും നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു ഇത് തന്നെയായിരിക്കും. അതായത് നമ്മൾ CT ചെസ്റ്റ് എടുക്കുന്ന സമയത്ത് പൾമണോളജിസ്റ്റ്, അപ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈൻഡിങ് ആയിരിക്കും റേഡിയോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഫിലിം കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എന്ത് ഡയഗ്നോസിസ് ആണെന്ന്. പിന്നീട് നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അവരുടെ റിപ്പോർട്ടുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാ പേഷ്യൻസിനും, അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള എല്ലാ പേഷ്യൻസിനും HRCT ചെസ്റ്റ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് CT ചെസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കേണ്ടതാണ്.